ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് കോയമ്പത്തൂർ ട്രിപ്പിലെ പാർട്ട് 2 വീഡിയോ ആണ്. GD കാർ മ്യൂസിയത്തിൽ നിന്ന് ആദിയോഗിയുടെ അടുത്തേക്കുള്ള ഒരു കുട്ടി യാത്രാ വ്ലോഗാണ് ഇന്നത്തേത്. ഈ ഒരു ന്യൂ ഫ്രഷ് യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പോകുന്ന വഴി കാണുന്ന വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ചില വിഷ്വൽസ് ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്ക് എവിടെയൊന്നും കുതിരവണ്ടി ഓടിക്കുന്നതോ കുതിരയൊന്നും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കാഴ്ചയൊന്നും നമുക്ക് കാണാൻ കിട്ടാറില്ലല്ലോ. നമ്മുടെ ആദിയോഗിയുടെ അടുത്തേക്ക് എത്താനായിട്ട് പല മാർഗങ്ങളും ഉണ്ട്. ഒന്നിപ്പോൾ നിങ്ങളിപ്പോൾ പോകുന്ന പോലെ റോഡ് ട്രിപ്പ്. അപ്പോൾ ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ നേരെ സ്ട്രെയിറ്റ് ഇപ്പോൾ എറണാകുളത്തു നിന്നാണെങ്കിൽ കോയമ്പത്തൂർ വരിക. കോയമ്പത്തൂരിന് സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മെയിൻ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ടാക്സീസ് അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ ബസ്സസും ഉണ്ട്. 14D 14G എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ള ബസ്സുണ്ട്. ആ ബസ് എടുത്ത് നമ്മൾ മെയിൻ സ്പോട്ടിൽ ആദിയോഗിയുടെ മെയിൻ സ്പോട്ടിൽ കൊണ്ടെത്തിക്കും. പക്ഷെ ഇതുവരെ എനിക്ക് ഈ ഒരു ബിഗ് സ്റ്റാച്ചു കാണാൻ സാധിച്ചിട്ടില്ല. സോ ആ പോകുന്ന വഴിയിൽ ആ വിഷ്വൽസ് തന്നെ വളരെ റിഫ്രഷിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. വയലുകളും പിന്നെ കുറേ കൃഷി ഭൂമികളും കുട്ടി നല്ല നല്ല വീടുകളും പിന്നെ നമ്മൾ ഈ തമിഴ് മൂവിയിലൊക്കെ കാണുന്ന പോലത്തെ കുറേ സീനറീസും അത് മാത്രമല്ല നല്ല പച്ചപ്പും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ വിഷ്വൽസ് എനിക്ക് വെറുതെ മിസ് ചെയ്ത് കളയാൻ തോന്നിയില്ല. ഞാനിത് പറയുമ്പോൾ എന്തായാലും ചോദിക്കും, നമ്മുടെ നാട്ടിൽ കാണാത്തതാണോ ഈ പച്ചപ്പൊക്കെ എന്ന്. നമ്മുടെ കോയമ്പത്തൂരിന് ഇങ്ങോട്ടേക്കുള്ള റൂട്ടിൽ ഞാനത് എക്സ്പെക്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി റിഫ്രഷിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. ഈ പോകുന്ന വഴിയിൽ നല്ല പച്ചപ്പുള്ള നല്ല റൂട്ട് കണ്ടു. പക്ഷേ എന്താണ് അവിടെ പ്രോബ്ലം ഉണ്ടായെന്ന് വെച്ചാൽ നമ്മുടെ റോഡ് അത്ര നല്ല സുഖമായിരുന്നില്ല. ഒരു ഓഫ് റോഡ് മോഡായിരുന്നു. അങ്ങനെ ആ വഴിയെല്ലാം കറങ്ങിത്തിരിഞ്ഞ് ഒരു 1.5 മണിക്കൂർ GD കാർ മ്യൂസിയം കഴിഞ്ഞ് നമ്മൾ യാത്ര ചെയ്ത് ആദിയോഗി സെൻറ്ററിലെത്തി. സോ ഇതാണ് അതിൻ്റെ കവാടം. അത് തുറന്ന് നമ്മളിതാ മുന്നോട്ട് പോവുകയാണ്. വളരെ എക്സൈറ്റഡ് ആണ്. എത്ര ബിഗ്ഗാന്ന് കാണാൻ. നമുക്ക് കുറേ റീൽസും വീഡിയോസും ഒക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോഴുള്ള ഫീല് വളരെ ഡിഫറെൻ്റ് അല്ലേ. അങ്ങനെ 150 ഏക്കർ സ്ഥലത്ത് പാർക്കിംഗ് സ്ലോട്ട് തപ്പി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ 112 അടി ഹൈറ്റുള്ള ഈ രൂപം ഈ ഇത്രയും ബിഗ്ഗർ സ്ഥലത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ നോക്കിയിട്ട് എനിക്ക് കാണുന്നില്ല. എന്താ കാണാത്തതെന്ന് ചോദിച്ചാൽ ഇത്രയും നല്ല ഭംഗിയുള്ള ഈ വിഷ്വൽസ് വന്നിട്ടോ പച്ചപ്പും ഹിൽസും എല്ലാം കൂടി കണ്ടിട്ട് എനിക്ക് എവിടെ നോക്കണം എന്നറിയത്തില്ല. ഞാൻ ഫ്രണ്ടിലേക്ക് നോക്കുന്തോറും ആദ്യമൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെയാണ് നമ്മൾ കാറ് നീങ്ങി പാർക്ക് ചെയ്യാൻ പോകുന്നു. അപ്പോഴാണ് ഇത് കണ്ടിട്ടപ്പെടുന്നത്. ഫസ്റ്റ് ഒത്തിരി എക്സൈറ്റഡ് ആയിരുന്നു. എന്നേലും കൂടുതൽ ഓമു. നമ്മൾ പാർക്ക് ചെയ്യുന്ന ആ റൂട്ടുണ്ടല്ലോ, അവിടെ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. പക്ക ഓഫ് റോഡ്. ഇങ്ങനെ കുലുങ്ങി പിടിച്ച് നമ്മൾ അവിടെ പാർക്ക് എത്തി. എങ്കിൽ പോലും എക്സൈറ്റ്മെൻറ്റിന് ഒട്ടും കുറവില്ല കേട്ടോ. കാരണം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇത് ചെയ്തിരിക്കുന്നത് സ്റ്റീലിലാണ്. ഇത്രയും 112 ഫീറ്റ് ഹൈറ്റ് സ്റ്റീലിൽ, അതും 500 ടൺ സ്റ്റീൽ യൂസ് ചെയ്തിട്ട് 500 ആർട്ടിസൻസ് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്കിതിൻ്റെ ആ ഒരു ആർട്ട് കാണാനുള്ള എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ. സ്വാഭാവികമായിട്ടും എനിക്ക് ഈ പേര് ആദിയോഗി എന്നുള്ള പേര് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാനും ചിന്തിക്കാറുണ്ട്. സോ പിന്നെ ഫസ്റ്റ് യോഗി. അപ്പം ഞാൻ ആലോചിക്കുന്നത് എന്താ അങ്ങനെ പറയുന്നത്. എന്തായാലും ഈ വീഡിയോയുടെ അവസാനത്തോടു കൂടി ഇതിൻ്റെ കൺസെപ്റ്റ് ഞാൻ എന്താ മനസ്സിലാക്കിയെന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വരെ കാണാൻ മറക്കല്ലേ. നമ്മളിവിടെ പ്രത്യേകിച്ച് ഈവനിങ് തന്നെ ചൂസ് ചെയ്യാൻ കാരണം 150 ഏക്കർ ഈ ശിവൻ്റെ സ്റ്റാച്ചു ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെയോ അല്ലെങ്കിൽ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴാണ് എത്തുന്നതെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത അത്ര വെയിലും കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ നമ്മൾ എത്തിയ ടൈം, അതായത് ഇപ്പോൾ ടൈമിനോടടുത്ത് ആയതുകൊണ്ട് തന്നെ വളരെ സമാധാനത്തോടു കൂടി റിലാക്സ് ചെയ്ത് അവിടെ ഫുള്ള് കറങ്ങാനും ഒത്തിരി ടയേർഡ് ആവാണ്ട് ഓരോ കാര്യങ്ങൾ കാണാനും പറ്റുന്നൊരു സമയമായിരുന്നു. ലേസർ ഷോ അല്ലെങ്കിൽ ലൈറ്റ് ഷോ കാണാനായിട്ടാണ് വരുന്നതെങ്കിൽ
എന്തായാലും ഈ വൈകുന്നേരം ഒരു 5-5:30 എത്തുന്ന രീതിക്ക് വരുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. പിന്നെ ഈ സമയത്തോട് അടുത്ത് വരുമ്പോഴുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഷോ കാണാം. അതായത് അവിടെ അത് ആർട്ടിഫിഷ്യലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതല്ലാതെ നമ്മുടെ നാച്ചുറലായിട്ട് പ്രകൃതിയുടെ തന്നെ ഒരു ലൈറ്റ് ഷോ നമുക്കവിടെ വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റി. സേവ് സോയിലിൻ്റെ ക്യാമ്പയിൻ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ക്രൗഡ് തീരെ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ വീക്കെൻഡ്സ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. കാരണം വീക്കെൻഡ്സ് ആകുമ്പോൾ ഒത്തിരി ഓവർ ക്രൗഡഡ് ആണ്. വർക്കിംഗ് ഡേയ്സ് ആകുമ്പോഴേക്കും ഇത്രയും തിരക്കുണ്ടാവും എങ്കിൽ പോലും ഇത്രയ്ക്കേറെ തിരക്ക് ഉണ്ടാവില്ല. ഇവിടെ പൂജയും കർമ്മങ്ങളും നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതായത് ശിവന് തൊട്ട് ഫ്രണ്ടിലായിട്ടൊരു മണ്ഡപം കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അത് പൂജയും കാര്യങ്ങളും കർമ്മങ്ങളും ഒക്കെ നടത്തുന്നത് സദ്ഗുരു ജഗി വാസുദേവാണ്. അപ്പോൾ അവിടെ കൊടുക്കുന്ന പൂജയും കർമ്മങ്ങളും എന്ന് പറഞ്ഞാൽ ഒന്ന് വെള്ളവും നീമിൻ്റെ ലീവ്സുമാണ് അവിടെ സമർപ്പിക്കുന്നത്. പിന്നെ പ്രദക്ഷിണം വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പൂജകളും ചെയ്യുന്നുണ്ട്. അച്ഛൻ്റെ ചുറ്റുമായിട്ടൊരു 3 feet ഡിസ്റ്റൻസിൽ ഒരു ബാരിക്കേഡ് പോലെ തൃശ്ശൂലം വെച്ചിട്ടാണ് ബാരിക്കേഡ് ചെയ്തിരിക്കുന്നത്. ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു സ്റ്റാച്ചുവിലേക്ക്. അപ്പോൾ അവിടെ ആ തൃശ്ശൂലത്തിൽ ആൾക്കാർ വന്നിട്ട് ഒരു ബ്ലാക്ക് കളറിൽ ക്ലോത്ത്സ് ഒക്കെ കെട്ടുന്നുണ്ട് ഏതെങ്കിലും തൃശ്ശൂലത്തിൽ. അപ്പോൾ നമ്മുടെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ നടക്കാനുണ്ടെങ്കിൽ അതൊക്കെ എഴുതി കെട്ടി വയ്ക്കാം എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഉള്ളത് പ്രദക്ഷിണമാണ്. അപ്പോൾ അത് ഒരു പ്രദക്ഷിണം വലം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു അൾട്ടിമേറ്റ് ലിബറേഷൻ, മോക്ഷം കിട്ടും അങ്ങനെ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്റ്റാച്ചുവിൻ്റെ ചുറ്റും കാണുന്ന ഹിൽസില്ലേ, വെല്ലിയങ്കിരി ഹിൽസ് എന്ന് പറയുന്നത്, ആ ഹിൽസിൽ ഈ സൂര്യാസ്തമനത്തിൻ്റെ ആ കളർ ടോൺ ഇങ്ങനെ മാറി മാറി വരുന്നത്, അതിൻ്റെ ആ ഒരു ലൈറ്റ് പാസ് ചെയ്യുന്നത് നാച്ചുറലായിട്ടുള്ള ഒരു ഷോയും ഈ സമയത്ത് വരുമ്പോൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ആരും മിസ് ചെയ്യരുതെന്ന് ഞാൻ പറയും. ആ ഒരു നാച്ചുറലായിട്ട് കിട്ടുന്ന ആ ഒരു ഭംഗി മിസ് ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെ നമ്മൾ ചുറ്റും ഒരു പ്രദക്ഷിണമൊക്കെ വെച്ച് മുന്നോട്ട് നടക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ അവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടനെ കണ്ടപ്പോൾ മൃദുൽ ചോദിക്കുകയായിരുന്നു എത്ര മണിക്കാണ് ഈ ലേസർ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 7:15, 7:20 ടൈമിനവിടെ അടുത്ത് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നു. ഒരു വലം വെച്ച് നമ്മൾ മുന്നോട്ടേക്ക് വരുമ്പോഴേക്കും സൂര്യാസ്തമനം ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പതിയെ ഹോമും ചെരുപ്പൊക്കെ തന്നെ ഇട്ട് ആശാന് ഇച്ചിരി വിശപ്പൊക്കെ ആയിട്ടുണ്ട്, ദാഹവുമുണ്ട്. അപ്പോൾ നമ്മൾ പതിയെ വല്ല സ്നാക്സോ വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലത്തേക്ക് പോകാമെന്നും പറഞ്ഞ് നടന്നു തുടങ്ങി. ആ ഒരു ടൈം ആയതോടുകൂടി തന്നെ പതിയെ ലൈറ്റൊക്കെ ഈ സ്റ്റാച്ചുവിൻ്റെ താഴത്തെ ഈ പ്ലാറ്റ്ഫോം പോലെ സെറ്റ് ചെയ്തിരിക്കുന്ന ഏരിയയിൽ നമ്മൾ സ്റ്റെപ്പ് കയറി ചെല്ലില്ലേ, ആ ഒരു ഏരിയയിലൊക്കെ ലൈറ്റ്സ് വന്നു തുടങ്ങി. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ലൈറ്റ് പെട്ടെന്നൊരു ട്രാൻസ്ഫോർമേഷൻ പോലെ ഫീൽ ചെയ്തു. ഈ സമയത്ത് നമ്മുടെ ഈ നാച്ചുറൽ ലൈറ്റും ആർട്ടിഫിഷ്യൽ ലൈറ്റും രണ്ടിൻ്റെയും കൂടി മിക്സ് നമുക്ക് കാണാൻ പറ്റും. പതിയെ ഇങ്ങനെ സൂര്യൻ്റെ അതും ലൈറ്റും കുറഞ്ഞു തുടങ്ങി. നമ്മളുടെ ഓരോ സ്പോട്ട് ലൈറ്റ്സൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ചെയ്തിരിക്കുന്ന ഫ്ലോറൽ ഏരിയ ഒരു 1 മീറ്റർ ഇതിൽ ഒരു ഫ്ലവർ ബെഡ് പോലെ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ലൈറ്റ് വന്നേക്കണേക്ക് നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മെയിൻറ്റെയിനും ചെയ്തു പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്. കുറേ നടക്കാനുണ്ട്. അപ്പം നടക്കുന്ന സമയത്താണ് നമ്മൾ കാണുന്നത് കുറച്ച് കാളവണ്ടികൾ കുറേ ആൾക്കാരെ അടിച്ചിട്ട് പോകുന്നത് കാണാം. ഇത്രയും കിലോമീറ്റേഴ്സ് നടക്കാനുള്ളതുകൊണ്ട് ഈ ഒരു കാർട്ടാണ് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷന് യൂസ് ചെയ്യുന്നത്. എന്തോ 10 രൂപ എന്തോ ചാർജ് ചെയ്യും. പക്ഷേ അത് കണ്ടു കഴിഞ്ഞപ്പോൾ കാളൻ്റെ പാവം തോന്നുമായിരുന്നു ആക്ച്വലി. അപ്പോൾ ഓമു ഇതൊക്കെ കണ്ടിട്ട് പറയുന്നുണ്ട് പാവമല്ലേ കാള. അപ്പം അതെന്നോട് പറഞ്ഞിട്ട് എന്നോട് പറയാ അവൻ പറയണേ ഒന്ന് വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്യല്ലേ, ഞാൻ സംസാരിക്കുകയല്ലേ. ഓമു ചോദിക്കായിരുന്നു കാളയ്ക്ക് വേണിയിരിക്കില്ലേ, ഇത്രയും വലിച്ചു പോകുമ്പോൾ പാവല്ലേ.
അങ്ങനെ നമ്മൾ കുറച്ചൊന്ന് വിശപ്പിൻ്റെ വിളി ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏരിയയിലേക്ക് എത്തി. സ്നാക്സൊക്കെ കിട്ടുന്നൊരു കോർണറാണിത്. അപ്പോൾ അവിടെ ഓൾമോസ്റ്റ് എല്ലാ കൈൻഡ് ഓഫ് ഫുഡും കിട്ടും. കരിക്കുണ്ട്, ബജി, പിന്നെ പാനിപ്പൂരി, ബിരിയാണി, മീൽസ് എല്ലാം ഉണ്ട്. അങ്ങനത്തെ ഒരു കൗണ്ടർ അവിടെ സെറ്റാക്കിയേക്കാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് തന്നെ പാനിപ്പൂരിയാണ് ട്രൈ ചെയ്തത്. കുറച്ച് പാനിപ്പൂരി വാങ്ങിച്ചു. ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ വായിൽ അത് പൊട്ടിയിരിക്കുകയാണല്ലോ, അതെനിക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്ന്. കുറച്ച് സ്ട്രഗിൾ ചെയ്താണെങ്കിലും ഞാൻ കഴിച്ചു. അവൻ ഒറ്റയടിക്ക് അത് വായിലേക്ക് പോകില്ലല്ലോ. അപ്പോൾ അവൻ്റെ മേത്തൊന്നും ആവാണ്ട് ദൂരേക്ക് മാറി എന്നൊക്കെ അവനത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് വിശപ്പ് കിടാത്ത കാരണം വീണ്ടും നമ്മൾ സെർച്ചിങ് നടത്തി. നല്ല ചുടാ ബജി കിട്ടി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പാനിപ്പൂരിനേലും കൂടുതൽ ഇതാണ് ഇഷ്ടപ്പെട്ടത്. നല്ല ചൂട് ബജിയായിരുന്നു. കുറച്ച് ചൂട് ബജിയും ഗോലി സോഡയും കുടിച്ച് വിശപ്പൊക്കെ എടുത്ത് നമ്മൾ വീണ്ടും തിരിച്ച് ലേസർ ഷോ കാണാൻ വേണ്ടിയിട്ട് നടപ്പായി. അപ്പോഴേക്കും ഒരുവിധം നല്ല രീതിക്ക് ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ബസ് വന്ന് പോകുന്നത് കാണാം. ഈ ടൈമിലൊക്കെ ബസ് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടിലെത്തി. കാരണം ഷോ കാണാനുള്ള തിരക്ക് നല്ലോണം കൂടിയിട്ടുണ്ട്. ആൾക്കാരെല്ലാം നേരത്തെ തുടങ്ങി സീറ്റ് പിടിക്കാനുള്ള ധൃതിയിലായിരുന്നു. ആൾക്കാരെല്ലാം നേരത്തെ വന്ന് സീറ്റൊക്കെ പിടിച്ച് നിൽക്കുക. ഞങ്ങൾ ആദ്യം നിൽക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഓമ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏറ്റവും പുറകിൽ വന്ന് നമ്മളും ഇരിപ്പായി. ഇപ്പോഴാണ് അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായത് എനിക്ക്. അതായത് ഒരു 15,000-ലധികം വർഷങ്ങൾക്ക് മുമ്പ്, അതായത് മതം ഒന്നുമില്ലാന്ന ടൈമിൽ നമ്മുടെ ശിവൻ, അദ്ദേഹത്തിന് താഴെ ഒരു 7 ശിഷ്യന്മാരുണ്ടായിരുന്നു. സപ്തഋഷിമാർ എന്നാണ് പറഞ്ഞിരുന്നത്. ഇവർക്ക് ഒരു ശാസ്ത്രം, ഒരു സയൻസ്, യോഗയുടെ സയൻസ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതൊരു ടൂളാണ്. ഈ ടൂൾ എന്തിനാണ് ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് ഹ്യൂമൻ ബീയിങ്സിന് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റേഷൻ്റെ മേലേക്ക് വളരാൻ വേണ്ടിയിട്ട് ഈ ടൂൾ ഹെൽപ്പ് ചെയ്യും. അതായത് ഇൻഡിവിജ്വൽ ട്രാൻസ്ഫോർമേഷനും വ്യക്തിപരമായിട്ടുള്ള പരിവർത്തനത്തിനും, പിന്നെ വ്യക്തിപരമായിട്ട് പരിവർത്തനം നടന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ വേൾഡിലെ തന്നെ പരിവർത്തനത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതിനുള്ളൊരു ടൂളാണ്. അതിനൊരു 112 വഴി ഉണ്ടെന്നും പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതിനെ റിപ്രസെൻ്റ് ചെയ്തിട്ട് ആണ് ഈ സ്റ്റാച്ചു വന്നിരിക്കുന്നത്. ആദി യോഗി, ഫസ്റ്റ് യോഗ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തി. അപ്പോൾ ഇത് ഹെൽപ്പ് ചെയ്യുന്നത് മനുഷ്യൻ്റെ, ഹ്യൂമൻ ബീയിങ്സിൻ്റെ ക്ഷേമത്തിനും മോക്ഷത്തിനുമുള്ള ഏക വഴിയായിട്ടാണ് ഈ ടൂളിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇൻ ഈസ് ദ ഓൺലി വേ ഔട്ട് എന്നാണ്. ഓക്കെ, അതായത് എനിക്ക് മനസ്സിലായ ഭാഷയിൽ പറയുകയാണെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള പരിവർത്തനം, അതായത് നമ്മളെ സ്വയം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക, എന്താണെന്ന് ഉള്ളിൽ എന്താണുള്ളത്, ആ ഒരു എനർജി, ആ സോഴ്സൊക്കെ ശരിക്കും തിരിച്ചറിയുക എന്നുള്ളതായിരിക്കും. ഈ ലേസർ ഷോയിലൂടെ പ്രസൻറ്റ് ചെയ്യുന്നതും ഈ കൺസെപ്റ്റ് തന്നെയാണ് വിഷ്വലി അവർ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ അവർ ഇംഗ്ലീഷിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്താണ് എന്നുള്ളത്. ഈ വിഷ്വലിൽ കാണുന്നത് 7 ഋഷിമാർ. അവർക്ക് നമ്മളുടെ ശിവൻ ഓരോ ശിഷ്യന്മാർക്കും ഇത് യോഗ പറഞ്ഞു കൊടുക്കുന്നതും അവർക്കുണ്ടാവുന്ന പരിവർത്തനവും അത് ഈ ഒരു ലേസർ ലൈറ്റ് ഷോയിലൂടെ അത് വളരെ ഭംഗിയായിട്ട് അവർ കാണിച്ചിരിക്കുന്നതാണ്. ഇത് മനസ്സിലാക്കി കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും വ്യക്തമായിട്ട് ഒന്നും കൂടി മനസ്സിലാക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഷോ ആയിട്ടായിരിക്കും ഇത് കാണാൻ പറ്റുക. ഞാനിതിൻ്റെ ഫുൾ ക്ലിപ്പൊന്നും ഇതിലിടുന്നില്ല, കാരണം യൂട്യൂബിൽ തന്നെ കുറേ വീഡിയോസ് ഉണ്ട്. പിന്നെ ഇതെന്തായാലും നേരിട്ട് കാണുന്ന ഒരു സുഖം വളരെ ഡിഫറെൻ്റാണ്. നമ്മൾ സിനിമയൊക്കെ കാണുന്ന പോലെ തന്നെ ആ സൗണ്ടും എല്ലാവരും കൂടി ഇരുന്നിട്ടുണ്ടാകുന്ന ആ ഒരു ബഹളവും എനർജിയും എല്ലാം വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ എന്തായാലും എപ്പോഴെങ്കിലും ലൈഫിലൊരു പ്രാവശ്യം വന്ന് കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. അങ്ങനെ ഒരു ഓൾമോസ്റ്റ് ഒരു 20-25 മിനിറ്റ്സ് നമ്മുടെ ഷോ ഒക്കെ കണ്ട്
കഴിഞ്ഞ് ഇറങ്ങി. പിന്നെ നല്ല തിരക്കായിരുന്നു. എത്രയും പേര് ആ പാർക്കിംഗ് സ്ലോട്ടിൽ നിന്ന് ആ വണ്ടിയൊക്കെ ഇട്ട് എടുത്ത് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ വൻ സീനായിരുന്നു. അപ്പോൾ ആ ടൈമിലൊന്നും ഞാൻ എല്ലാ വിഷ്വൽസും എടുത്തിട്ടില്ല. പിന്നെ മുഴുവനും നമ്മൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. 8:45 നമ്മൾ മെയിൻ ഹൈവേയിലേക്ക് എത്താൻ നേരത്തേക്കും. അതുവരെ ഈ ചെറിയ ചെറിയ സർവീസ് റോഡും ഒക്കെ കൂടി കയറിയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ പാലക്കാട് എത്തുമ്പോൾ ഫുഡ് കഴിക്കാന്നുള്ള പ്ലാനിലായി. അങ്ങനെ നമ്മള് മ്യൂസിയം പോയി. സ്വാഗതം ഓൾറെഡി പറഞ്ഞതല്ലേ, തുടക്കത്തിലല്ലേ നമ്മൾ സ്വാഗതം പറയണേ. അല്ല, നമ്മൾ എവിടേക്ക് പോയോ പറഞ്ഞേ? അമ്പലത്തിൽ പോയി. കാല് കാണാൻ പോയ സ്ഥലത്തിന്റെ പേരെന്താ? മ്യൂസിയം. മ്യൂസിയം. ഫുഡ് കഴിക്കണം. ഓമുഷയുടെ പാട്ട് എങ്ങനെയാ ഓമുഷായി? അതല്ല, ഓമുഷയുടെ പാട്ട്. ഓമുഷായി ഒന്ന് ഉറങ്ങി ഓടിച്ചു നോക്ക്, വേഗത്തും. എവിടെ ഉദ്ദേശിക്കണ അവിടെ? ഹലോ, ഞാൻ ഈ സമയത്ത് ഇപ്പോഴേക്കും നല്ല ടയേർഡായി. എനിക്ക് എൻ്റെ കവിളൊക്കെ നല്ല വേദന എടുത്തിരിക്കുകയായിരുന്നു, പൊട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ. നിങ്ങൾക്ക് മനസ്സിലായോ പാട്ട് ഏതാണ്? ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ പറയണേ. ഓമ ഏത് പാട്ട് പാടണമെന്ന് പറയണെന്നാ? ജോണി ജോണിയാണ് ഇഷ്ടപ്പെട്ടെ, ഈ പാട്ടാണ് ഇഷ്ടപ്പെട്ടെ എന്ന് പറയണോ? അതാണോ ഉദ്ദേശിച്ചത്? അതാട്ടോ ഉദ്ദേശിച്ചത്. കൊച്ചിന്റെ ഏത് പാട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയണേ കേട്ടോ. ഓക്കെ. ബാബ ബ്ലാക്ക് ഷിപ്പ് ഞങ്ങളിപ്പോ പാടിയിട്ടില്ലെങ്കിൽ അത് വേണമെങ്കിലും പറയണോ, അടുത്തേൽ ഞങ്ങളത് പാടിയിടാം അല്ലേ? ഇത്രയൊക്കെ ഉള്ളൂ. ഏത് വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. കൊച്ചു പാടം റെഡിയാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ പറയണേ. അച്ചിക്ക് ഓടിക്കാൻ പറ്റുന്നില്ല, ലൈറ്റ് ഓഫ് ചെയ്യാൻ പോണേണ്, ഡിസ്റ്റർബൻസ് ആവണോ, ഹെഡേക്ക് വരുന്നു എന്നൊക്കെ പറയണം. അപ്പൊ നമ്മള് ഇപ്പൊ എന്താണ് ഓമു പറയണേന്ന് ഞാനൊന്ന് ഷോർട്ട് ചെയ്ത് പറയാം. ജാട, പച്ചയായ ജാട, ആ പാട്ട് വേണോ? ജോണി ജോണി വേണോ? ഏത് പാട്ടാണ് അവൻ പാടണേന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാ ആ ഓമു പാടും, റെഡിയാണ് കേട്ടോ. അപ്പൊ എല്ലാരും പറയണ ഏതാ വേണ്ടത് എന്നിട്ട് മോനെ കേട്ടാ. ഓമന് ആരെയും ഏറ്റവും കൂടുതൽ ഇഷ്ടം? ജാടറേണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്താ പാപ്പക്കടയോ? ആ കൊച്ചു പറഞ്ഞു തരാണ് എന്റെ അടുത്ത് എന്താ എടുക്കേണ്ടത്. ഇത് എന്ത് കടയാണത്? പാപ്പക്കട. ഓക്കെ, സ്റ്റാർ ബിരിയാണി എല്ലാം കണ്ടത് അവിടെ. എന്താ കണ്ടത് ഉണ്ടായിരുന്നു? ട്രാവൽ ചെയ്തത് ഇഷ്ടായോ? സൂപ്പർ വീഡിയോ ആണോ? അയ്യോ, എനിക്ക് സൂപ്പർ സിനിമയാണത്. ഓക്കെ ഓക്കെ. എന്താ സംഭവം എന്ന് വെച്ചാ അവിടെ ഇന്ന് ലൈറ്റ് ഷോ പോലെ ഉണ്ടല്ലോ. അപ്പൊ അതിനെയാണ് അവന്റെ സിനിമ എന്ന് പറഞ്ഞത്. അതെടുത്ത് എന്താണ് ഈ പറയുന്നത്? പതിയെ പതിയേട്ടോമോ വെള്ളം കുടിക്കുമ്പോ ഷോപ്പ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ റോട്ടിൽ നടക്കുക
അങ്ങനെ നമ്മുടെ ഓമുവിൻ്റെ കൊച്ചു കൊച്ചു വർത്തമാനങ്ങളായിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോയി. നല്ല ഡസ്റ്റാണ് കേട്ടോ, റോഡ് ഫുള്ള് ഒരു രക്ഷയുണ്ടായില്ല. അത് കഴിഞ്ഞ് നിറച്ച് പൊടിയായി വണ്ടിയിൽ. ഇപ്പോൾ വെള്ളമൊക്കെ വെച്ച് ക്ലീൻ ചെയ്ത് വൈപ്പർ ഓൺ ചെയ്ത് നമ്മൾ വീണ്ടും മുന്നിട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് അവസാനം ടോണിക്കോ കഫേയിലെത്തി. എനിക്ക് ഓൾറെഡി വയ്യാത്ത കൊണ്ട് തന്നെ ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് മൃദുല ഒരു നല്ല ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്തു. 3 എണ്ണം ഓർഡർ ചെയ്തു. പിന്നെ എനിക്കാണെങ്കിൽ ഒട്ടും വയ്യ, എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇവർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് അവർ ബർഗറും എനിക്കൊരു സാൻഡ്വിച്ചും ഓർഡർ ചെയ്തു. അച്ഛനും മോനും കൂടി ബർഗറും കഴിച്ചു. ഞാൻ സാൻഡ്വിച്ച് പതിയെ കുറച്ച് കഴിച്ചു. ഇതിനിടയിൽ അച്ഛനും മോനും കൂടി എന്നെ നന്നായിട്ട് ട്രോളുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വീഡിയോൻ്റെ ലാസ്റ്റ് ക്ലിപ്പ് ഇവിടെ നിന്ന് റെക്കോർഡ് ചെയ്യാമെന്നുള്ള പ്ലാനിലായി. ഇപ്പോൾ സമയം 12 മണിയാവണം. നമ്മൾ വന്ന വഴി ടോണിക്കോ കഫേയിൽ ഇറങ്ങി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ നമ്മൾ തിരിച്ച് റിട്ടേൺ വീട്ടിലേക്ക് പോവാം. നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിച്ച് നേരെ സ്ട്രേറ്റ് വീട്ടിലേക്ക് പോകാൻ പോവാണ്. ഇവിടെ നിന്ന് എത്ര മണിക്കൂറുണ്ടാവും ട്രാവൽ? 1.5 hours. ലാസ്റ്റ് വീഡിയോ എടുക്കൽ ഇച്ചിരി മതിയായിരിക്കും. നല്ല ടയേർഡായി ഓൾറെഡി എല്ലാവരും ഓഫായി. ഒരു ബെഡ് കിട്ടിയ നേരെ സ്ട്രേറ്റ് ഇത്രയുള്ളൂ. അത് നല്ല ടയേർഡാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ കണ്ടന്റായിട്ട് വരുന്നതിലേക്ക് ബൈ ബൈ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഓമു നല്ല ടയേർഡായി. നേരെ കാറി കൊണ്ടേ കിടത്തി നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ വീണ്ടും പുതിയ കണ്ടൻസുമായിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്.